ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഏത് ടൈപ്പ് വണ്ടി നോക്കണം, ഓരോ വണ്ടിയും നോക്കുന്നതിൻ്റെ ആവശ്യകത, അതൊക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമ്മൾ വണ്ടിയെല്ലാം നോക്കി തിരഞ്ഞെടുത്തു. ഓക്കെ, നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടി. പിന്നെ ഇത് മറ്റേ വണ്ടിയുടെ മറ്റു കാര്യങ്ങൾ, ചിലവുകളെല്ലാം കഴിഞ്ഞു. മറ്റേ അതായത് വണ്ടി ടാക്സി രജിസ്ട്രേഷനിൽ ഇറങ്ങണമെങ്കിൽ കുറേ ചിലവുകളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ആർ ടി ഓഫീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടി ഓടിക്കാനായിട്ട്. യൂബറിൽ രജിസ്റ്ററും ആയിട്ടുണ്ട് വണ്ടി. ഇനി നമുക്ക് ഓൺ ചെയ്ത് ഓടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, സ്വന്തമായി വണ്ടി ഉള്ളവരും യൂബർ മറ്റേ വണ്ടി ലീസിനോ അല്ലെങ്കിൽ റെന്റ്, അതായത് റെന്റ് അല്ലെങ്കിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ഓടാനായിട്ട് വന്നവർക്ക് വേണ്ടിയാണ്. അതായത് സ്വന്തമായിട്ടും കമ്മീഷൻ വ്യവസ്ഥയിലും അല്ലെങ്കിൽ റെന്റ് എടുത്ത് ഓടാൻ വന്നവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ മുഴുവനായിട്ട് കാണുക വീഡിയോ. അതായത് നിങ്ങളുടെ ആദ്യം തിരിഞ്ഞോണം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് ഇന്ന് യൂബറിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഒരേ സമയം ടെൻഷനും ഉണ്ടാവും, അതേപോലെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇത് എങ്ങനെയാണ് ആൾക്കൊരിത്, കാരണം എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ വരുന്ന ട്രിപ്പ് എന്തായാലും എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ കുറേ ഫേക്ക് ട്രിപ്പുകൾ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമേ ഉള്ളൊരു കുറേ നമുക്ക് ഇറിറ്റേറ്റ് ആവുന്നതും പിന്നെ നമുക്ക് വിഷമം വരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാമത്തെ കേസ് ഫേക്ക് ട്രിപ്പുകൾ വരും. അത് യൂബറിൻ്റെ ഇത് കാരണം, അതായത് യൂബറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ എറർ കാരണം വരുന്ന ഫേക്ക് ട്രിപ്പുകളുണ്ട്. പിന്നെ ആരെങ്കിലും ഇങ്ങനെ ചുമ്മാ തമാശക്ക് ഇങ്ങനെ ബുക്ക് ചെയ്ത് കളിക്കണവരുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ മെയിനായിട്ട് ആ ലൊക്കേഷനിൽ വന്ന് കസ്റ്റമറെ വിളിച്ച് നോക്കുമ്പോൾ കസ്റ്റമർ പറയും, എനിക്ക് ഓൾറെഡി വണ്ടി വന്നല്ലോ, ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ വണ്ടിയിലാണ്, യൂബറിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് മറ്റേ ഫേക്ക് ട്രിപ്പായിട്ട്, അതായത് ഫേക്ക് ട്രിപ്പ് തന്നെ, പക്ഷെ അത് യൂബറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എററാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ആ ലെവലിൽ നിൽക്കുക. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ആണെന്ന് തോന്നുന്നു, 7 മിനിറ്റ് നിൽക്കുക. 7 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓടി വന്നതിന്റെ എമൗണ്ട്, വലിയ എമൗണ്ട് ഒന്നും ഇല്ല, ആകപ്പാടെ നിങ്ങൾ 1 കിലോമീറ്റർ ഓടിയെങ്കിൽ 20 രൂപ അങ്ങാണ്ട് ക്രെഡിറ്റ് ആയി കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് യൂബർ ഫീസായിട്ട് കിട്ടും. പിന്നെ അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയാ, ഈ ഓരോരുത്തർ വെറുതെ വിളിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടി, ട്രിപ്പ് കിട്ടി, നിങ്ങൾ എടുത്തു പോകുന്നു, മറ്റേ പോയി ഏകദേശം പകുതി വഴിയിലെത്തുമ്പോൾ ക്യാൻസൽ ചെയ്യും. നമുക്ക് ഓൾറെഡി ദേഷ്യം വരും ആ സമയത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നത് ഒരു ടൗൺ ഏരിയയാണ് അല്ലെങ്കിൽ ജംഗ്ഷനിലാണ്. നമ്മൾ അവിടുന്ന് എന്താണ് ഓൾറെഡി ഒരു പാർക്ക്, നല്ലൊരു സ്ഥലം പാർക്കിങ്ങിനായിട്ട് കിട്ടിയിട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പം നമ്മളിങ്ങനെ പോണ സമയത്തായിരിക്കും പെട്ടെന്ന് എന്താണ് ഇത് ക്യാൻസൽ ചെയ്യുന്നത്. സംഭവം അതുപോലത്തെ കേസൊക്കെ നമുക്ക് എങ്ങനെയായാലും ക്യാൻസൽ തൊട്ടടുത്താണ്, അതായത് നമുക്ക് ഒരു 5 മിനിറ്റ് മതി എങ്കിൽ ഇതൊക്കെ എന്താ പോകുന്ന വഴിക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത് ട്രിപ്പായിട്ട് കൂട്ടിയാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ചിലപ്പോൾ ക്യാൻസൽ അടിക്കുന്നത് ഇങ്ങനെ എന്താ ചേഞ്ച് മൈ മൈൻഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇവന്മാർ ചുമ്മാ ഇതാക്കണം. ഒന്നാമത്തെ കേസ് നമുക്ക് ഇത് ക്യാൻസൽ ഫീസ് ഉണ്ടാവില്ല. അതാണ് ചില ആൾക്കാരുണ്ട് നമ്മളെ ഇത്തിരി ബുദ്ധിമുട്ടിക്കാനായിട്ട്. അപ്പോൾ ഫേക്ക് ട്രിപ്പായിട്ട് വരാറുണ്ട്.
പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്, അതായത് ഒരു 10 മിനിറ്റോളം യാത്രയുണ്ട്. അപ്പൊ നിങ്ങൾ നേരെ ചെന്ന് അത് എടുക്കുകയല്ല വേണ്ടത്. ഫസ്റ്റിൽ തന്നെ കസ്റ്റമറെ വിളിക്കുക, അതിങ്ങനെ സാറ് അല്ലെങ്കിൽ മാഡം ആണെങ്കിൽ ഇതിങ്ങനെ പറയുക, ഞാൻ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, എനിക്ക് അവിടം വരെ വരാനായിട്ട് 4 കിലോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ 10 മിനിറ്റ് നിലവിൽ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ഞാൻ വരാം. അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യില്ല. ഓക്കെ. കാരണം ചില ടീംസ് എന്തിട്ടാണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്തിരിക്കാം, പക്ഷെ ക്യാൻസൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ വൈകി പോകും. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏതാ ഫേക്ക് ഏതോ ഒറിജിനലൊന്നും നമുക്ക് അറിയാനും പറ്റത്തില്ല ചില സംരംഭങ്ങളിൽ. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ ഇത് ട്രിപ്പ് എടുക്കാൻ, അത് ഹോസ്പിറ്റലിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പ് നടക്കുന്നത്. തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഓൺലൈൻ പണമിടപാട്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാത്തിലും തന്നെ തട്ടിപ്പുകൾ നടക്കേണ്ട ഇഷ്ടം പോലെ. അതേപോലെ തന്നെയാണ് യൂബറിലും ഇതേപോലെ ഒരു ചെറിയ തട്ടിപ്പുണ്ട്. എന്ന് വെച്ചാൽ യൂബറിന്റെ ഭാഗത്തു നിന്നുള്ള തട്ടിപ്പല്ല, ഈ പുറത്തുനിന്നുള്ള ടീംസ് നമ്മുടെ കയ്യിൽ നിന്ന് പണം അടിക്കാനായിട്ട് യൂബർ ഒരു മറയാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളൂ. അതായത് നമുക്ക് അറിയത്തില്ല നമ്മുടെ കസ്റ്റമർ ആരാണ്, എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കും അറിയത്തില്ല, യൂബറിന് അറിയത്തില്ല. പക്ഷെ യൂബറിന്റെ ഡ്രൈവർമാരെല്ലാം തന്നെ 100% ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കസ്റ്റമർക്ക് അറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈവർമാർക്ക് യൂബറിന്റെ അക്കൗണ്ട് ആക്റ്റീവായി കിട്ടണമെങ്കിൽ PCC കിട്ടണം. PCC ഒരിക്കലും ഒരു ക്രിമിനൽ കേസുള്ള ഒരാൾക്ക് PCC കിട്ടത്തുമില്ല. PCC ഉള്ള ആൾക്കാരെ മാത്രമേ യൂബർ അക്കൗണ്ട് ആക്റ്റീവ് ആവത്തുള്ളൂ. അതാണ് നമ്മളെല്ലാം മനിമരാണ്. ഈ ഡ്രൈവർമാരെല്ലാം തന്നെ മനിമരാണ്, അല്ലെങ്കിൽ മനിമായിട്ട് അഭിനയിക്കുന്നവരുമുണ്ട്. ഓക്കെ. പല ആൾക്കാരുടെയും പല മൈൻഡാണ്. ഓക്കെ. കാരണം വെച്ചാൽ ചില ആൾക്കാർ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് വഴക്കടിക്കാൻ, പിന്നെ വേറെ മൈൻഡ് മീൻസ് ഒരു ഫ്രണ്ട്ലി ലുക്ക് അല്ലാത്ത മൈൻഡ് ഇല്ലാത്തവരും ഉണ്ട് യൂബറിന്റെ ഡ്രൈവർമാരുടെ ഇടയിൽ. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പിക്കപ്പ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, പിക്കപ്പിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവര് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഏറ്റവും കൂടുതൽ വന്നത് ഓല ക്യാബിലും യൂബറിലും. ഓല ക്യാബിലാണ് മെയിനായിട്ട് വന്നത്. യൂബറിലും ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ തന്നെ നമ്മുടെ ഫോണിലേക്ക്, യൂബർ ആപ്പ് വർക്ക് ചെയ്യുന്ന ഫോണിലേക്ക് കോൾ വരുന്നു. ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. മെയിനായിട്ട് ഇങ്ങനെ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും ബുക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മ അവിടെ ബില്ല് അടയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അമ്മയുടെ എന്താണ് അക്കൗണ്ടിലേക്ക് എനിക്ക് അതായത് അമ്മയുടെ കയ്യിൽ കാശില്ല. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഗൂഗിൾ പേ ആവുന്നില്ല. അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ അയക്കാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നമൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാമോ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ അയക്കാൻ നോക്കാമോ, അല്ലെങ്കിൽ മറ്റേ ഞാനിപ്പോൾ കാശ് നിങ്ങളുടെ അക്കൗണ്ടിൽ, അപ്പം നമ്മുടെ ഫോൺ നമ്പർ ഗൂഗിൾ പേ നമ്പറൊക്കെ മേടിക്കും. ഓക്കെ. നമ്മൾ എന്തിട്ടാണ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്കല്ല, നമ്മുടെ ഫോണിലെ മെസ്സേജിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ക്രിയേറ്റ് ആയി. സാധാരണ ഒരു ബാങ്കിൽ വന്ന പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറിയാം അത് ബാങ്കായിട്ട് യാതൊരു ബന്ധമില്ല. അത് സാധാരണ ഒരു നമ്പറിൽ നിന്ന്, ഫോൺ നമ്പറിൽ നിന്ന് വെറുതെ ടൈപ്പ് മെസ്സേജ് അയച്ചു വന്നേക്കാം ബാങ്കിന്റെ അതേ ലുക്കിൽ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്നും അറിയാതെ കൊടുത്തിട്ടുണ്ട്. മറ്റു ചില ആൾക്കാർ അപ്പൊ തന്നെ അക്കൗണ്ട് ഇങ്ങനെ ഇത് നോക്കും, ബാലൻസ് നോക്കും. അപ്പോൾ കുറെ എണ്ണം ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ അക്കൗണ്ടിലൊന്നും കയറിയിട്ടില്ല, ഇത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്, എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ. അപ്പൊ അതൊക്കെ പറയുമ്പോൾ തന്നെ ആള് പെട്ടെന്ന് കട്ട് ചെയ്ത് ഓടിപ്പോകും. പരമാവധി പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ചില ടീംസിന് ഹിന്ദി അത്ര ഇതുണ്ടാവില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മറ്റു ചില ആൾക്കാർക്ക് പിന്നെ ഹിന്ദി അറിയാമായിരിക്കും. ഏറ്റവും കൂടുതൽ ഹിന്ദി അറിയാവുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. ഹിന്ദി പിന്നെ കുറച്ച്
ആൾക്കാർ ഇങ്ങനെ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ശരി എന്നാ അക്കൗണ്ട് നോക്കിയേക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ മെസ്സേജ് ഇങ്ങനെ 2000 രൂപ 3000 രൂപ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ തന്നെ നമ്മൾ എന്താ മെയിനായിട്ട് അക്കൗണ്ട് കയറിയിട്ടുണ്ടെന്നല്ല വിചാരിക്കുക, നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ കേസിൽ സംഭവിക്കുന്നത്. അപ്പോൾ അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഇതുപോലത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് വിടുക. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ യൂബർ ക്യാൻസലേഷൻ ഫീസിൻ്റെ ഒരു ഇതോ അല്ലെങ്കിൽ ഓല ക്യാൻസലേഷൻ ഫീസിൻ്റെ ഒരു ടൈമൊക്കെ ഉണ്ടാവും. അതൊക്കെ ആകുമ്പോൾ നിങ്ങൾ ക്യാൻസൽ അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ക്യാൻസൽ ചാർജെങ്കിലും കിട്ടും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വേറൊരാൾ, അതായത് നമ്മുടെ വണ്ടി ഇൻ്റർസിറ്റി വിളിക്കും, ഇൻ്റർസിറ്റി ബുക്ക് ചെയ്യും. നമ്മൾ വണ്ടി ആളെ പോയിപ്പിക്കുക, ആളൊക്കെ ഉണ്ടാവും കേട്ടോ, ആളെല്ലാം ഉണ്ടാവും. കാണുമ്പോൾ നല്ല ജെന്യുവിനാണ്, നല്ല റിച്ച് ടീമാണ് എന്നൊക്കെ വിചാരിക്കും, ആളെ കയറും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഇയാൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ നടത്താണ്. ഇയാൾ കാശ് കൊടുക്കാതെ മുങ്ങുന്ന ഒരു ഏർപ്പാട് കാണിക്കും. എൻ്റെ കയ്യിൽ കാശില്ല അങ്ങനെ. അപ്പോൾ നിലവിൽ ഇങ്ങനത്തെ ഒരു കേസിൽ ഒരാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാന്ന് വെച്ചാൽ മറ്റേ ഇയാൾക്ക് അതായത് മാനസിക വിഭ്രാന്തി ഉള്ള ആളാണ്, മീൻസ് സ്കിപ്പായി പോകണേണ്, ഇതില്ല, അതായത് കേസാക്കാൻ പറ്റുള്ള അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ട് ഇതുണ്ട് നിലവിൽ ഈ കേസിൽ. ഭയത്തിന് എൻ്റെ അടുത്തേക്ക് ഇതുവരെയായിട്ടും അങ്ങനത്തെ പണിയൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആപ്പാടെ കിട്ടിയത് ഒരു കേസിന് മാത്രം പണി കിട്ടി. പക്ഷെ ആ കേസോടെ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ചെയ്യാനൊക്കെ തുടങ്ങി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷദ്വീപിലുള്ളൊരു ലക്ഷദ്വീപിലുള്ള പയ്യനാണെന്ന് തോന്നുന്നു. ഭാഷ എല്ലാം പറയുമ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും. ലക്ഷദ്വീപിലുള്ള പയ്യൻസിൻ്റെ ഒക്കെ ഭാഷ അതുപോലെ പെട്ടെന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാൾ എയർപോർട്ടിലേക്ക് ഇതാണ്ടോ ചെറുപ്പക്കാരനാണ്, ഇയാളെ എയർപോർട്ടിലേക്ക് എൻ്റെ വണ്ടി ബുക്ക് ചെയ്തു, ശരി കൊണ്ട് എയർപോർട്ടിലാക്കി. അപ്പോൾ ഇയാളുടെ കയ്യിൽ പകുതി കാശുള്ളൂ, എത്ര 300 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞു. 300 മൊത്തം 600 ചില്ലാനം കണ്ട് ബില്ല്, 600-700 ചില്ലാനം കണ്ട് ബില്ല് വന്നിട്ടുണ്ടായി. 700 അല്ല, അതിൽ കൂടുതൽ ബില്ല് വന്നിട്ടുണ്ടായി. പക്ഷെ ഇയാള് 300 രൂപ ബാക്കി വെച്ചിട്ടും കണ്ടു ബാലൻസ് എമൗണ്ട് വന്നപ്പോൾ ബാക്കിയുള്ളത് വേറൊരു മൊബൈലിൽ നിന്ന് ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇയാള് ഗൂഗിൾ പേ ചെയ്ത നമ്പർ നമ്മൾ ആ സമയത്ത് ഭാഗ്യത്തിന് ഞാൻ മറ്റേ ഇതുവഴി ഡയറക്റ്റ് ഗൂഗിൾ പേ വഴിയാണ് സ്കാൻ ഉപയോഗിച്ച് ഗൂഗിൾ പേയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല, കിട്ടിയില്ല. ഇതിലൊന്നിലും ഇത് വന്നില്ല. അതായത് ഓൾറെഡി ആളുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണമില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആള് ഉടായിപ്പ് വന്നു. കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും കാണാവുന്ന ആൾക്കാരാണല്ലോ, എന്തായാലും അധികം പറ്റിക്കത്തൊന്നുമില്ല. ഇനി അവൻ പറ്റിച്ചതാണെങ്കിൽ അതിനുള്ളത് അവന് കിട്ടുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് പൊല്ലാപ്പുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഇതെല്ലാം ചിന്തിക്കണം. ഇങ്ങനെ കുറെ ഇങ്ങനെ തട്ടിപ്പുകളുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇതുപോലെ കാശിന്റെ ഇടപാടും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ്, ഏത് ആളാണെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റും നിൽക്കണ്ട, നിങ്ങളുടെ പണി ചെയ്യുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സോറി എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഒക്കെ കുറവാണ്, ഓടി കിട്ടുന്നതാണ്, അക്കൗണ്ട് നിറയ്ക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ നിങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ മസ്റ്റായിട്ട് നോക്കുക. അപ്പോൾ ആ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നുണ്ടാ, വീണ്ടും കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷനായിട്ട് തന്നെ കൂട്ടാം നിങ്ങൾക്ക്. ഈ വീഡിയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അഥവാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സാധനം മിസ്സായിപ്പോയി അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അത് പ്രത്യേകം മെസ്സേജ് ചെയ്യുക. മീൻസ് ഉദ്ദേശം മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ.